മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നാം ഈ ലോകത്തിൻ്റെ ഉപ്പാണെന്ന് കർത്താവായ ഈശോ ഇന്നത്തെ വചനഭാഗത്തിലൂടെ, ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഉപ്പ് ഭക്ഷണത്തിന് രുചി നൽകുന്നത് പോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതം സമൂഹത്തിന് നന്മയുടെയും സ്നേഹത്തിൻ്റെയും രുചി പകരുന്ന അവസ്ഥയായി മാറണം. സൽകൃത്യങ്ങളിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദൈവകൃപ കാത്തു സൂക്ഷിക്കുമ്പോൾ മാത്രമേ നമുക്കോരോരുത്തർക്കും ലോകത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കൂ. അത് നമ്മുടെ വ്യക്തിപരമായ സ്വാധീനമല്ല, കർത്താവിൻ്റെ സ്വാധീനമാണ്. പരിശുദ്ധാത്മാവ് നൽകുന്ന കൃപ വരം കൊണ്ടുള്ള സ്വാധീനമാണ്. ഉപ്പ് അതിൻ്റെ ഗുണം നഷ്ടപ്പെടുത്തിയാൽ അത് പുറത്തെറിയപ്പെടുമെന്ന് വചനം മുന്നറിയിപ്പ് നൽകുന്നു. അതിനാൽ നമ്മുടെ വിശ്വാസം സജീവമായി നിലനിർത്താനും നിർജീവമായ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് ഇന്ന് തന്നെ മാറി കർത്തൃസാക്ഷികളായി ജീവിക്കുവാനും ലോകത്തെ ജീർണതയിൽ നിന്ന് സംരക്ഷിക്കാനും നാം എപ്പോഴും ജാഗരൂകരായിരിക്കണം. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ഉള്ളിലെ ദൈവിക പ്രകാശം ലോകത്തിനു മുൻപിൽ പ്രകാശിപ്പിക്കാനുള്ള വിളിയാണ് നിങ്ങൾക്കും എനിക്കും ഇന്നുള്ളത്. ഒരു മലമുകളിൽ പണിത പട്ടണം ഒളിച്ചു വയ്ക്കാൻ ആർക്കും സാധിക്കില്ല എന്നതുപോലെ നമ്മുടെ സൽപ്രവൃത്തികൾ മറ്റുള്ളവർക്ക് വഴികാട്ടിയായി മാറണം. ഇരുളടഞ്ഞ അന്ധകാരം നിറഞ്ഞ ഇന്നത്തെ പാപപങ്കിലമായ ലോകത്തിൽ പ്രത്യാശയുടെ കിരണങ്ങളായി മാറാൻ നിങ്ങളും ഞാനും ഓരോ കത്തോലിക്ക വിശ്വാസിയും കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പ്രകാശം കണ്ടിട്ട് മനുഷ്യർ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ജീവിത ദൗത്യം യഥാർത്ഥത്തിൽ പൂർത്തിയാകുന്നത്. കർത്താവായ യേശുവിൻ്റെ പ്രകാശം നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് പകരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.